ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലൈഫ് സ്റ്റൈൽ 11 ബൈ സറീന. നമുക്ക് ഇന്ന് കുറച്ച് സൂപ്പ് ഉണ്ടാക്കാം. അപ്പോൾ സൂപ്പ് എങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സൂപ്പാണ് ഇതാ. ഞാൻ നോറിൻ്റെ സൂപ്പാണ് ഉണ്ടാക്കുന്നത്. ഇത് ഈ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. എന്ന് വെച്ചാൽ നമ്മൾ ചിക്കൻ്റെയോ അല്ലെങ്കിൽ വെജിറ്റബിൾസിൻ്റെയോ സൂപ്പാണെങ്കിൽ നമുക്ക് അതിൻ്റെ എല്ലാം സ്റ്റോക്ക് എടുക്കണോ, ഒരുപാട് പണിയുണ്ട്. ഇത് ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് നമുക്ക് കുക്ക് വെയറിലേക്ക് ഇട്ട് കൊടുക്കുക, വെള്ളം ഒഴിക്കുക, പിന്നെ എന്നിട്ട് നമുക്കിത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് അത് എന്താ ചെയ്യേണ്ടത്. പിന്നെ ഇത് 3 ആൾക്കാർക്ക് നമുക്ക് സുഖമായിട്ട് സെർവ് ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നെ ഇതില്ലേ, ഈ കുക്ക് വെയർ ഞാൻ ഫ്യൂജറിൻ്റെ കുക്ക് വെയറിലാണ് ചെയ്യുന്നത്. ഈ കുക്ക് വെയർ ഞാൻ വാങ്ങിച്ചത് പിന്നെ തലശ്ശേരി OV റോഡിൽ വെസൽ പാലസ് എന്ന് പറയുന്ന ഒരു ഷോപ്പുണ്ട്. അവർ ഓതറൈസ്ഡ് ഡീലേഴ്സാണ് ഹോക്കിൻസിൻ്റെ പ്രോഡക്ട്സിൻ്റെ. അപ്പം ഞാൻ എപ്പോഴും അഫോർഡബിൾ റേറ്റിൽ എനിക്ക് അവിടെ നിന്ന് കിട്ടാറുണ്ട്. അതുകൊണ്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നതല്ല, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത്, ജസ്റ്റ് ഇൻഫോം ചെയ്യുന്നതാണ്. നല്ല പ്രോഡക്ട്സാണ് അവരത്. അപ്പോൾ ഞാൻ അവിടുന്ന് കുക്ക് വെയർസ് എല്ലാം വാങ്ങൽ. അത് ഞാൻ നിങ്ങളെ ഒന്ന് ജസ്റ്റ് ഇൻഫോം ചെയ്തെന്ന് മാത്രം. ഓക്കെ. ഇത് ഈ ഗ്ലാസ്സിന് 3 ഗ്ലാസ് വെള്ളം ഞാൻ മെഷർ ചെയ്തിട്ട് ഒഴിച്ചതാണ്. അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഈ നോറിൻ്റെ ഒരു പാക്കറ്റ് ഫുള്ള് സൂപ്പിൻ്റെ പൗഡർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റിയാണ്, ഭയങ്കര ടേസ്റ്റ്. നല്ലോണം ഇതിനൊന്ന് ഇളക്കിക്കളയാം. നല്ലോണം ഇളക്കി മിക്സ് ചെയ്തതാണ്. ഇങ്ങനെ ഉണ്ടാവും. ഇനി നമ്മളിത് സ്റ്റൗ കത്തിച്ചിട്ട് അടുപ്പത്ത് വെക്കാം. അടുപ്പത്ത് വെച്ചതാണ്. നല്ല നമ്മൾ ഇളക്കി കൊടുക്കണം. കട്ടാവാണ്ട് നോക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. കട്ടാവാണ്ട് ഇതിൻ്റെ കൺസിസ്റ്റൻസി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൻ്റെ കൺസിസ്റ്റൻസിയാണ്. നിങ്ങൾ ഇത് നല്ലോണം തിളക്കുന്നുണ്ട്. അപ്പോൾ ഇനി എന്ത് ചെയ്യണമെന്നറിയോ, തീ കുറച്ചളയുക. എന്നിട്ട് നമ്മൾ ഒരു മുട്ട എടുക്കുക. ഈ മുട്ട നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ചെറിയൊരു ദ്വാരം കത്തിയോണ്ടോ എന്തെങ്കിലും കൊണ്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ വൈറ്റ് മാത്രം നമ്മൾ ഇതിലേക്ക് പോർ ചെയ്ത് കൊടുക്കും. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതാ കണ്ടേ നിങ്ങൾ, ഇങ്ങനെ ചെറിയൊരു ദ്വാരം ഇട്ട് കൊടുത്തിട്ട് ഇതാ ഇതിൻ്റെ വൈറ്റ് മാത്രം നമ്മളിങ്ങനെ പോർ ചെയ്ത് കൊടുക്കും. അന്നേരം ഒരു കൈ കൊണ്ട് ഇളക്കുകയും ചെയ്യണം, ഒരു കൈ കൊണ്ട് ഈ മുട്ടൻ്റെ എഗ് വൈറ്റ്. വേണമെങ്കിൽ നിങ്ങൾക്ക് പിന്നെ യോക്കും കൂടിയും എടുക്കാം കേട്ടോ. ഞാൻ പിന്നെ എടുക്കാറില്ല സാധാരണ. ഇനി കുറച്ച് പെപ്പർ ക്രഷ് ചെയ്തിട്ട്, ഉപ്പ് ഇതിൻ്റെ അകത്ത് ഓൾറെഡി ഉണ്ടാവും. നിങ്ങൾ വേണമെങ്കിൽ ഉപ്പിട്ടാൽ മതിയേ, നോക്കിയിട്ട് സോൾട്ട് ആഡ് ചെയ്താൽ മതി. എരിവ് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് പിന്നെ ഈ പെപ്പർ ഇത് നല്ലോണം ഇത് ചെയ്തിട്ട് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാൻ. ഇതിൻ്റെ കൺസിസ്റ്റൻസി ഉണ്ട്. നിങ്ങൾ ഇനി എന്ത് ചെയ്യണമെന്നറിയോ, നമ്മൾ ചീസ് പിന്നെ ക്യൂബ് അല്ലെങ്കിൽ നിങ്ങളടുത്ത് മൊസറല്ല ചീസ് ഉണ്ടെങ്കിൽ അതായാലും മതി. ഗ്രേറ്റ് ചെയ്തിട്ട് ഇതിലിട്ട് കൊടുക്കണം.
ഇത് നിങ്ങളെ ഇഷ്ടം പോലെ ഇടാം കേട്ടോ. നിങ്ങൾക്ക് കുറേ വേണമെങ്കിൽ കുറേ ഇടാം, കുറച്ചാണെങ്കിൽ കുറച്ച്, നിങ്ങൾ വിഷു പോലെ. ലാസ്റ്റ് സ്റ്റേജിലേക്ക് നമ്മൾ കടന്നു. സൂപ്പിൻ്റെ ഒരല്പം നമ്മളെ ഫ്രഷ് ക്രീം, അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ് ഞാൻ യൂസ് ചെയ്തത്. പിന്നെ ചീസും ഞാൻ അമൂലിൻ്റെ തന്നെയാണ് യൂസ് ചെയ്തത്. സൂപ്പ് റെഡി ആയിട്ടുണ്ട്. കുറച്ച് മല്ലിച്ചപ്പ് ജസ്റ്റ് ഇട്ടേക്ക്. നമുക്കിത് ഓഫ് ചെയ്യാം. ആവി വറക്കും സൂപ്പ് റെഡി. ഇത് ചില്ലി സോസ്. ഇതെല്ലാം നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാൻ വേണ്ടിയാണ്, ടേസ്റ്റ് മേക്കേഴ്സ് ഇതെല്ലാം. പിന്നെ കുറച്ച് ടൊമാറ്റോ സോസ്, പിന്നെ നമ്മളെ വിനീഗർ, പച്ചമുളകും വിനീഗറും കൂടി പതിപ്പിക്കൂലേ, ഉപ്പ് ഇട്ടിട്ട്. യമ്മി സൂപ്പ്, ചിക്കൻ സൂപ്പ് റെഡി. ടെക്സ്ചർ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. പെട്ടെന്ന് ഉണ്ടാക്കാം. 3 ആൾക്കാർക്ക് സുഖമായിട്ട് നമുക്കിത് സെർവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരു പാക്കറ്റുണ്ട്. പിന്നെ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻസ് ഇടാനൊന്നും മറന്നു പോകരുത്. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. ലൈഫ് സ്റ്റൈൽ ഹെവൻ ബൈ സെറീന. ബൈ.